ഇതപ്രസം ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയോധ്യ ഉത്തരേന്ത്യയിലെ പട്ടണമാണ്. അത് ഹിന്ദുമതത്തിൽ ഒരു വിശുദ്ധ നഗരമായും രാമന്റെ ജന്മസ്ഥലമായും അറിയപ്പെടുന്നു. ബുദ്ധമതത്തിന്റെ ചരിത്ര കേന്ദ്രമായും അറിയപ്പെടുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് മുഗൾ കാലഘട്ടത്തിലെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ്. അത് 1992 മതപരമായ സംഘർഷങ്ങൾക്കിടയിൽ നശിപ്പിക്കപ്പെട്ടു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള തർക്കത്തിന്റെ ഉറവിടമാണ് മസ്ജിദിന്റെ സ്ഥാനം. ഹിന്ദു ദൈവമായ ശ്രീരാമന്റെ ജന്മസ്ഥലമെന്ന് അവർ വിശ്വസിക്കുന്ന രാമജന്മഭൂമിയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഹിന്ദു വിശ്വാസവാദം. 1853 ഇന്ത്യയിലുടനീളമുള്ള സാമൂഹിക രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലാണ് മതസമൂഹങ്ങൾ തമ്മിലുള്ള സ്ഥലത്തെ ചൊല്ലിയുള്ള സംഘടനത്തിന്റെ ആദ്യ രേഖപ്പെടുത്തപ്പെട്ട സംഭവം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ സൈറ്റിന്റെ പ്രത്യേക പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി സ്ഥാപിച്ചു. 1949 ഇന്ത്യ വിഭജിക്കപ്പെട്ട് സ്വതന്ത്രമായപ്പോൾ രാമന്റെ ചിത്രങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നു. ഇതേ തുടർന്നുണ്ടായ വിവാദത്തിൽ സൈറ്റ് അടച്ചു. എന്നാൽ ചിത്രങ്ങൾ നീക്കം ചെയ്തില്ല. 1984 മസ്ജിദ് നീക്കം ചെയ്യാനും പകരം ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാനും ഒരു പ്രചാരണം ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അങ്ങനെ 1990 കലാപത്തിനും ഇന്ത്യയുടെ ഭരണസംഘത്തിന്റെ തകർച്ചയ്ക്കും കാരണമായി. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ ഈ ആക്കം സഹായിച്ചു. 1992 ഡിസംബർ 6 പ്രവർത്തകർ പള്ളി തകർത്തപ്പോൾ സുരക്ഷാ സേന നോക്കി നിന്നു. തുടർന്നുള്ള ദശകങ്ങളിൽ കോടതി പോരാട്ടങ്ങളുടെ ഒരു പരമ്പര നടന്നു. 2010 ഹൈക്കോടതി വിധി പ്രകാരം ഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വിഭജിച്ചു. ആ തീരുമാനത്തിനെതിരെ ഹിന്ദു മുസ്ലിം അപ്പീൽ ചെയ്തു. 2019 സുപ്രീം കോടതി ഈ സൈറ്റ് ഹിന്ദുക്കൾക്ക് മാത്രമായി ഭരമേൽപ്പിച്ചു. ഇതാണ് അയോധ്യയ്ക്കും ബാബരി മസ്ജിദും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉള്ളടക്കം. ഇനി വിശദമായ ചരിത്രത്തിലേക്ക്. ഹിന്ദുക്കൾക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള 2019 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പുതിയ രാമക്ഷേത്രം നിർമ്മാണത്തിലാണ്. 2024 ജനുവരി 22 ഉദ്ഘാടന തീയതി, അതായത് ഇന്ന്. തെക്ക് മധ്യ ഉത്തർപ്രദേശിലെ ഫൈസാബാദിന് കിഴക്ക് കഗര നദിയിലാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. ഒരു പുരാതന പട്ടണമായ അയോധ്യയെ ഹിന്ദുക്കളുടെ 7 പുണ്യ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. മഹത്തായ ഇന്ത്യൻ ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ രാമന്റെ ജനനവും അദ്ദേഹത്തിന്റെ പിതാവായ ദശരഥന്റെ ഭരണവുമായുള്ള ബന്ധം കാരണം ഇത് ബഹുമാനിക്കപ്പെടുന്നു. ഈ സ്രോതസ് അനുസരിച്ച് നഗരം സമ്പന്നവും വലിയ ജനസംഖ്യയുള്ളതുമായിരുന്നു. പരമ്പരാഗത ചരിത്രത്തിൽ അയോധ്യ കോസല രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു. എന്നിരുന്നാലും ബുദ്ധമത കാലഘട്ടത്തിൽ BC 5-6 നൂറ്റാണ്ട് ശ്രാവസ്തി രാജ്യത്തിന്റെ പ്രധാന നഗരമായി ഇത് മാറി. ബുദ്ധൻ ഒരു കാലം താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന സാകേത പട്ടണവുമായി അയോധ്യ സമാനമാണെന്ന് പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിക്കുന്നു. 5-ാം നൂറ്റാണ്ടിലെ ചൈനീസ് ബുദ്ധ സന്യാസിയായ ഫാക്സിയന്റെ പ്രസ്താവനയിൽ നിന്ന് ഒരു ബുദ്ധമത കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ പിൽക്കാല പ്രാധാന്യം അളക്കാൻ കഴിയും. അവിടെ 100 ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം 100 ഉദ്ധരിച്ചെങ്കിലും ഫാക്സിയൻ ഒരു പക്ഷേ കൃത്യമായ സംഖ്യയെ അർത്ഥമാക്കുന്നില്ല. ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മൗര്യ ചക്രവർത്തിയായ അശോകൻ BC 3-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന ഒരു സ്തൂപം, അതായത് ദേവാലയം ഉൾപ്പെടെ നിരവധി സ്മാരകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ കനോജ് രാജ്യം അയോധ്യയിൽ ഉടലെടുത്തു. പിന്നീട് ഔദ് എന്ന് വിളിക്കപ്പെട്ടു. ഈ പ്രദേശം പിന്നീട് ഡൽഹി സുൽത്താനേറ്റിലും ജൗൻപൂർ രാജ്യത്തിലും 16-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിലും ഉൾപ്പെടുത്തി. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഔദ് ഒരു പരിധിവരെ സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1764 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിലായി. 1856 ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1877 ആഗ്ര പ്രസിഡൻസിയുമായി ചേർന്ന് ഔദ് വടക്കു പടിഞ്ഞാറൻ പ്രാവിശ്യകളും പിന്നീട് യുണൈറ്റഡ് പ്രാവിശ്യകളായ ആഗ്രയും ഔദും രൂപീകരിച്ചു. ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനം. നഗരത്തിന് മഹത്തായ പ്രായമുണ്ടായിരുന്നിട്ടും പുരാതന കാലത്തെ അതിജീവിച്ച സ്മാരകങ്ങൾ കുറവാണ്. നിരവധി വൈഷ്ണവ ആരാധനാലയങ്ങൾക്കും സ്നാനഘട്ടങ്ങൾക്കും വലിയ പ്രായമൊന്നുമില്ല. ആധുനിക പട്ടണത്തിന് സമീപം പുരാതന അയോധ്യയുടെ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന നിരവധി കുന്നുകളുണ്ട്. ഇവ ഇതുവരെ പുരാവസ്തു ഗവേഷകർ വേണ്ടത്ര പരിവേഷണം ചെയ്തിട്ടില്ല. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുഗൾ ചക്രവർത്തിയായ ബാബറാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത്. പരമ്പരാഗതമായി രാമന്റെ ജന്മസ്ഥലമായും പുരാതന ഹിന്ദു ക്ഷേത്രമായ രാമജന്മഭൂമിയുടെ സ്ഥാനമായും അറിയപ്പെടുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം ഉള്ളതിനാൽ സൈറ്റ് പലപ്പോഴും തർക്ക വിഷയമായിരുന്നു. 1990 ആ സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള ഉദ്ദേശത്തോടെ ഹിന്ദു ദേശീയവാദികൾ പള്ളി ആക്രമിച്ചതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടായി. തുടർന്നുള്ള പ്രതിസന്ധി ഇന്ത്യൻ സർക്കാരിനെ താഴെ ഇറക്കി. 2 വർഷത്തിന് ശേഷം 1992 ഡിസംബർ 6 ഹിന്ദു ദേശീയവാദികളുടെ ഒരു ജനക്കൂട്ടം
ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 3 നിലകളുള്ള മസ്ജിദ് തകർത്തു. മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടലെടുത്ത കലാപത്തിൽ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. വിരമിച്ച ജഡ്ജിയായ മൻമോഹൻ സിംഗ് ലിബർഹാന്റെ നേതൃത്വത്തിൽ 1992 ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും 2009 വരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഒടുവിൽ റിപ്പോർട്ട് വന്നപ്പോൾ അത് കോളിളക്കം സൃഷ്ടിച്ചു. കാരണം അത് ഹിന്ദു അനുകൂല ഭാരതീയ ജനതയുടെ നിരവധി പ്രമുഖരെ കുറ്റപ്പെടുത്തി. 2010 ഒരു കോടതി വിധി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭൂമി വിഭജിച്ചു. എന്നാൽ ആ തീരുമാനം 2019 സുപ്രീം കോടതി റദ്ദാക്കി. അത് ഹിന്ദുക്കൾക്ക് മാത്രമായി സ്ഥലം ഏൽപ്പിക്കുകയും സുന്നി വഖഫ് ബോർഡിന് അയോധ്യയിൽ മറ്റൊരു സ്ഥലം നൽകാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ പുതിയ മഹത്തായ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ അയോധ്യ വീണ്ടും പ്രധാന വാർത്തകളിൽ ഇടം പിടിച്ചു. 2024 ജനുവരി 22 നടക്കുന്ന സമർപ്പണ ചടങ്ങിൽ മോദി അധ്യക്ഷത വഹിക്കും. ആയിരക്കണക്കിന് ആത്മീയ നേതാക്കൾ, സന്യാസിമാർ, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ എന്നിവർക്ക് ക്ഷണക്കത്തുകൾ അയക്കുന്നതുൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ആസൂത്രിതമായ ഉദ്ഘാടനവും ക്ഷണക്കത്തുകളും വിവിധ ആളുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം കുടുംബത്തോടൊപ്പം ക്ഷേത്രം സന്ദർശിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് മെത്രാഭിഷേക ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് രാമന്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയ സംഭവം എന്ന് വിശേഷിപ്പിച്ച് അവരിൽ ചിലർ ഉദ്ഘാടന ദിവസത്തിന് മുമ്പ് ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രം തയ്യാറാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പോലും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരുന്നു. രാമക്ഷേത്ര ഉദ്ഘാടനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ കമൽനാഥ് മഹാരാഷ്ട്രയിലെ സിമരിയയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ശൂന്യമായ കടലാസിൽ 108 തവണ രാമന്റെ പേര് എഴുതി. 70 ഏക്കർ, അതായത് 28 ഹെക്ടർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയം 3 ഘട്ടങ്ങളിലായി നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ അവസാനത്തേത് 2025 പൂർത്തിയാകും. പ്രധാന ക്ഷേത്രത്തിന്റെ ആകെ വിസ്തീർണം 57,400 ചതുരശ്ര അടി. കൂടാതെ 3 നിലകളും 12 ഗേറ്റുകളും ഉണ്ടായിരിക്കും. പുതിയ ക്ഷേത്രം അയോധ്യയിലും അതിന്റെ സമീപ നഗരങ്ങളിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.